Good morning, students. Welcome to our class. And today we are going to discuss about the business objectives and different types of plans. Okay, so let us move on to our first topic, that is business objectives. So I think you are familiar with this term objectives. We have already discussed in our first two classes. Okay, so objectives, which means these are defined as the end results which an organization tries to achieve. Okay, so the objectives are the goals, or objectives are the uh, what? It is the end results which an organization tries to achieve. Okay, so this objectives are defined as the objectives are the goals, aims, or purposes that organization wish to achieve over varying periods of time. Okay, that means our organization achieve ചെയ്യുന്ന goals, അവരുടെ aims and purposes എന്തൊക്കെയാണോ അതാണ് അവരുടെ objectives എന്ന് പറയുന്നത്. Okay, so objectives in short it can be defined as the ultimate aim towards which an organization or the enterprise efforts are directed. എന്തിലേക്കാണോ എന്ത് അച്ചീവ് ചെയ്യാനായിട്ടാണോ ആ ഒരു ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത് അതിനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Okay, so in short, these are the goals, aims or purposes that the organization wish to achieve over the varying periods of time. Okay, then say for example ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസിങ് സെയിൽസ് ബൈ 20%. ഓക്കെ, ഇപ്പം എക്സിസ്റ്റിംഗ് സെയിൽസിനേക്കാളും ഒരു 20% സെയിൽസ് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യണം, അതായിരിക്കും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ദി മാനേജേഴ്സ് ഡു? ദി മാനേജേഴ്സ് വിൽ ഹാവ് ടു പ്ലാൻ ഓൾ ദി ആക്ടിവിറ്റീസ് വിത്ത് ദിസ് എൻഡ് ഒബ്ജക്റ്റീവ് ഇൻ മൈൻഡ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവരെല്ലാ കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്മാർട്ട് ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി മെഷറബിൾ, അറ്റൈനബിൾ, റിലവൻറ്റ് ആൻഡ് ടൈം ബേസ്ഡ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മാർട്ട്, ഇറ്റ് ഷുഡ് ബി സ്മാർട്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ്പെസിഫിക് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി മെഷറബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി അറ്റൈനബിൾ, റിലവൻറ്റ് ആൻഡ് ടൈം ബേസ്ഡ്. ഓക്കെ, then here are the features of business objectives. Okay, the features of business objectives includes that is, first one is that it is multiple in natures. Okay, multiple in natures, which means an organization is required to determine number of objectives to achieve the overall objectives. Okay, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്തായിരിക്കും പല പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൈറാർക്കി. ഓക്കെ, ദാറ്റ് മീൻസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തായിരിക്കും ആ ഓവറോൾ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യും. ദെൻ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സും എന്തായിരിക്കും ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഒബ്ജക്റ്റീവ്സിനെ ഡിറ്റർമൈൻ ചെയ്യും അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ടോപ്പ് ലെവൽ ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് ദി ലോവർ ലെവൽ. ഓക്കെ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ദി ഹൈറാർക്കി. ദെൻ നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഫോംസ് എ നെറ്റ്വർക്ക്. Objectives form a network, which means the objectives are interdependent and they are mutually supportive. ഓരോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് interdependent ആണ്. Okay, so it should be realized and it should be performed simultaneously. At the same time നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. So these are connected. All the objectives are connected and they are interdependent and they are mutually supportive. Okay, then next is it may be long range or short range. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ലോങ് റേഞ്ച് ഓർ ഷോർട്ട് റേഞ്ച്. ദറ്റ് മീൻസ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ടു ടൈപ്സ്. ദറ്റ് ഈസ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിൽ സർവൈവ് ചെയ്യുക, നമ്മുടെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് എന്താ ലോങ് ടേം ഒബ്ജക്റ്റീവ്സാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്ന മറ്റ് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സെയിൽസ് മാക്സിമൈസേഷൻ, ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ലോങ് റേഞ്ച് ഓർ ഷോർട്ട് റേഞ്ച്. ഓക്കെ, then next is it may be tangible or not. The objectives may be tangible or intangible.
ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ടാഞ്ചിബിൾ ആയിരിക്കാം ഇൻടാഞ്ചിബിൾ ആയിരിക്കാം. ഇപ്പം ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി പെർഫോമൻസ്, ദാറ്റ് ഈസ് മാനേജേഴ്സ് പെർഫോമൻസ്, ദെൻ വർക്കേഴ്സ് മൊറൈൽ, ഇതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. വേറെ ടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി ഫിനാൻഷ്യൽ പെർഫോമൻസ്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്, അതൊക്കെ എന്താണ് tangible objectives are. So that these objectives can be either this tangible or intangible. Okay, then next is objectives have priority. That is നമ്മൾ എന്താ പറയുക കൃത്യം നമുക്ക് അലോട്ടഡ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ദാറ്റ് ഈസ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദിസ് വൺ ഒബ്ജക്റ്റീവ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ് ഓഫ് ദി അതേഴ്സ്. ഓക്കെ, നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ആയിരിക്കണം. സോ ദിസ് ഒബ്ജക്റ്റീവ്സ് ഹാവ് പ്രയോറിറ്റി. ദെൻ നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ആർ വെരിഫയബിൾ. Verifiable in the sense that it can be expressed in this numerical terms so that it may be verifiable. നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ എന്താ പറയുക, നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ ഇറ്റ് ഈസ് വെരിഫയബിൾ. ഓക്കെ, സോ ദാറ്റ് ദിസ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് അവർ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാൻ പറ്റും. So that these objectives are verifiable. Then next is chance of clash between the objectives. Okay, that means നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓവറോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് അവർ സെറ്റ് ചെയ്യും. ഓക്കെ, സോ each department tries to attain their objectives. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അവരുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഹാവിങ് എ ക്ലാഷ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ ഈ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ഒരു ക്ലാഷ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ക്ലാഷ് ബിറ്റ്വീൻ ദിസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നേച്ചർ, it have hierarchy, it forms a network, it can be either this long range or short range, and it may be tangible or not. Then it have priority, objectives are verifiable, and chance of clash between the objectives. Okay, so these are the features of business objectives. Then next is process of setting the objectives. So let us see what are the process or what are the steps which is involved in setting the objectives. So first one is that classification of objectives. Classification of objectives in the sense that we should classify this objectives into major goals and supporting goals, or major objective and the subordinate objectives. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, ദെൻ അതിലേക്ക് എത്തിച്ചേരാനുള്ള എന്താ പറയുക sub goals അല്ലെങ്കിൽ sub objectives ഉണ്ട് എന്നൊക്കെ. Okay, so we should classify this objectives into departmental section and the individual objectives. Okay, അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. Then next is areas of objectives, which means the objectives should be determined in every area. ഓരോ ഏരിയയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. ദി ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി സെറ്റ് ഇൻ റിയലിസ്റ്റിക് ടേംസ്. നമ്മൾ പറഞ്ഞു ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി സ്മാർട്ട് ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി അറ്റൈനബിൾ. റിയലിസ്റ്റിക് ആയിരിക്കണം, അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് പെർഫോമൻസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ്, നമ്മുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. സോ വി ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ അവർ പാസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് clarity in the sense that the objectives must be set in clear cut terms. നല്ല ക്ലിയർ ആയിരിക്കണം, ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Okay, the next is balancing of short range and long range objectives. നമ്മൾ പറഞ്ഞു there are two type of objectives, that is long range and short range objectives. So this should maintain a balance between these two type of objectives. So if the proper balance is not maintained, it will be very difficult to attain the long range objectives. So long range objectives attain ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. Okay, then next is quantification of objectives.
See, quantification of objectives in the sense that the objectives should be quantified in order to become it as meaningful. നമുക്ക് ആ ഒബ്ജക്റ്റീവ്സിനെ ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ we can compare our actual performance with that of the standards and it should be verifiable. Okay, then next is dynamic. Dynamic in the sense that the objectives can be changeable according to changing time and situations. ഓരോ നമുക്കിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയ ചേഞ്ചസ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. Okay, so these are the process of setting the objectives, that is classification of objectives, areas of objectives, realistic objectives, then consideration of past performance, clarity, balancing of short range and long range objectives, quantification of objectives, and finally the dynamic. Okay, then here are the merits of setting the objectives. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? സോ നമ്മൾ ഇപ്പം ഈ പറഞ്ഞൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് എൻകറേജസ് യൂണിഫൈഡ് പ്ലാനിങ്. നല്ലൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവാനായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ഓഫ് വർക്ക്സ്, എഫേർട്സ് ആൻഡ് റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എഫേർട്സിനെ വർക്ക്സിനെ കോർഡിനേറ്റ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ആ ഒരു ചാനലിൽ കൂടെ തന്നെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് മോട്ടിവേറ്റ്സ് ദി ഇൻഡിവിജ്വൽസ്. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽസിനെ അത് മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് അത് മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ദി ബേസിക് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ. നമ്മുടെ ആ ഒരു കൺട്രോളിങ് ഫംഗ്ഷന് അത് കൂടുതലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ടാർഗറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കമ്പയർ അവർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡീവിയേഷൻസ് ഇഫ് എനി. Okay, then it facilitates the better management. Overall management അത് facilitate ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാനേജ്മെന്റ് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ആർ ദി മെറിറ്റ്സ് ഓഫ് സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. Then so next we are moving to the types of plans. Okay, അപ്പോൾ നമ്മളിപ്പം കണ്ടത് എന്താ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് കണ്ടു. Then we have seen the different features of objectives and we have seen the process of setting the objectives and also its merits. Okay, then next we are moving to the second topic, that is types of plans. നമ്മൾ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ? നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷനിലെ പ്രൈമറി ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഇനി നമ്മൾ ഓരോ പ്ലാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് പ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so there are different types of plans like policies, procedures, methods, rules, programs, budgets, objectives, and strategies. Okay, so we can classify plans on the basis of kind. So plans as to kind. So adile first one പറയുന്നതാണ് നമ്മുടെ policy. Okay, so let us see what is a policy. Policy, which means it is a verbal or written or implied or overall guide setting up boundaries that supply the general limits and direction in which the managerial action will take place. Okay, so this policy എന്ന് പറയുന്നത് it can be verbal form ആയിരിക്കാം, അതല്ലെങ്കിൽ written form ആയിരിക്കാം, അതല്ലെങ്കിൽ implied ആയിരിക്കാം. Okay, so it guides the management at all levels in decision making. എല്ലാ ലെവലുകളിലും എല്ലാ മേഖലകളിലും നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പം അത് നമ്മുടെ മാനേജ്മെന്റ് ഈ ഒരു പോളിസിയുടെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇറ്റ് ഗൈഡ്സ് ദി മാനേജ്മെന്റ്. Okay, so the managers need to form policies to help the employees to navigate a situation with the predetermined decisions. നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസിഷൻസ് നമ്മൾ എടുക്കാനായിട്ട്. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ദി എംപ്ലോയീസ് ടു മേക്ക് ഡിസിഷൻസ് ഇൻ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്. ഇപ്പം എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മുടെ എംപ്ലോയീസിനെ ഈ ഒരു പോളിസീസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഓരോ ഓർഗനൈസേഷനിലും അവരവരുടെ ഫോളോ ചെയ്യുന്ന പോളിസീസ് ഉണ്ടായിരിക്കും. Okay, so it can be verbal, written or implied overall guide setting up boundaries that supply the general limits and directions in which the managerial actions which will takes place. Okay, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഏതൊക്കെ ലിമിറ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നെന്ന് പറയുന്നത് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം
ഓരോ ഓർഗനൈസേഷനിലും ഓരോ കമ്പനീസിനും അവരുടെ റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ടായിരിക്കും, ദെൻ പ്രൈസിങ് പോളിസി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ് ദി ജനറൽ ഗൈഡ് ലൈൻസ് ഓർ ഇറ്റ് ഗൈഡ്സ് ദി മാനേജ്മെന്റ് ഫോർ ടേക്കിംഗ് ദി ഡെസിഷൻസ് ഇൻ ദി റെസ്പെക്റ്റീവ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പം ഓരോ സിറ്റുവേഷൻസിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ പോളിസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് ദി പോളിസി. ദെൻ നെക്സ്റ്റ് ഇസ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് ഇൻ ദി സെൻസ് ദാറ്റ് procedures എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്. സോ ദീസ് ആർ ദി സ്റ്റെപ്പ് വൈസ് ഗൈഡ് ഫോർ റുട്ടീൻ ടു ക്യാരി ഔട്ട് ദി ആക്ടിവിറ്റീസ്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് സീക്വൻസ് ആർ ടു ബി ഫോളോഡ് ബൈ ദി എംപ്ലോയീസ് സോ ദി ആക്ടിവിറ്റീസ് ക്യാൻ ബി ഫുൾഫിൽഡ് ഇൻ എൻ ഓർഗനൈസ്ഡ് മാനർ. നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്തൊക്കെ സീക്വൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്പ് വൈസ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക, this procedures helps to identify this step-wise, or it provides this step-wise guidelines. നമുക്ക് എന്തൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള full information നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്. Okay, so it provides the step-wise sequence, or these are the step-wise sequence that should be followed by all the employees so that the activities can be fulfilled in an organized manner. നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്ന് ആ ഒരു സ്റ്റെപ്പ് വൈസ് സീക്വൻസ്, ആ ഒരു പ്രൊസീജിയേഴ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. So these procedures are described in this chronological order. നമ്മൾ ഇന്ന കാര്യം കഴിഞ്ഞാൽ അടുത്തത്. ഓക്കെ, അങ്ങനെ ആ ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യണം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം അഡ്മിഷൻ പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ എന്താ, അതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്. നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മളോട് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും. ദെൻ വാട്ട് ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് സോർട്ടിംഗ് ദി ആപ്ലിക്കേഷൻസ് അക്കോർഡിംഗ്ലി. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് തുടങ്ങി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. അതൊക്കെ എന്താണ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ദി പ്രൊസീജിയർ. ഓക്കെ, സോ ദിസ് ഇസ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്ലാൻ. Then next is rules. Rules in the sense that rules are very specific statements that defines an action or non-action. നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എന്താ പറയുക, റൂൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് അവിടെ റിജിഡ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ഓക്കെ, സോ ദിസ് ആർ ദി സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഡിഫൈൻസ് ആൻ ആക്ഷൻ ഓർ നോൺ ആക്ഷൻ. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആ ഒരു കാര്യം, അതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. സോ all employees of the organization must compulsorily follow and implement the rules. എല്ലാ എംപ്ലോയീസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോട്ട് ഫോളോയിങ് റൂൾസ് ക്യാൻ ഹാവ് സിവിയർ കോൺസിക്വൻസസ്. അപ്പം നമ്മൾ റൂൾസ് അവിടുത്തെ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനുള്ള കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നോ സ്മോക്കിംഗ്, ഇപ്പം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും നോ സ്മോക്കിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇറ്റ്സ് എ റൂൾ, നമ്മൾ സോ വി ആർ സപ്പോസ് ടു ഫോളോ ഇറ്റ്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തിരിക്കണം. So this rules can create an environment of discipline in the organization. ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ റൂൾസ് ഹെൽപ്പ് ചെയ്യും. Okay, so this is the another type of plan, that rules. Then next is strategies. Strategies in the sense that a strategy is a complete and all inclusive plan for achieving set objectives. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ ബേസിക്കലി 3 ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഒന്ന് എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെലക്ടിങ് എ സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. Okay, then next is allocating the necessary resources which is needed for the plan. നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. സോ ഈ ഒരു 3 ഡയമെൻഷൻസ് ആണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രാറ്റജിയിൽ വരുന്ന 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഈ എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, then selecting a specific course of action, and finally allocating the necessary resources. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഫോമിംഗ് സ്ട്രാറ്റജി ഇസ് ജനറലി റിസർവ്ഡ് ഫോർ ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദി അനദർ ടൈപ്പ് ഓഫ് പ്ലാൻ. ദെൻ നെക്സ്റ്റ് ഇസ് പ്രോഗ്രാംസ്.
Okay, so programs means it is the sequence of activities to be undertaken for implementing the policies and achieving the objectives of an organization. Okay, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലത്തെ പോളിസീസ് അറ്റൈൻ ചെയ്യാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് programs എന്ന് പറയുന്നത്. Okay, so it consists of various elements which is required to implement policies and accomplish the objectives. Okay, നമ്മുടെ objectives attain ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ accomplish ചെയ്യാനായിട്ട് നമ്മുടെ പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അതിനെയാണ് നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ടെൽസ് us what is to be done to achieve the goal. നമ്മുടെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളെ കാണിക്കുന്ന ടൈപ്പ് ആണ് എന്ത് നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി അനദർ ടൈപ്പ് ഓഫ് പ്ലാൻ. Okay, the next is budget. Budget in the sense that it is a statement of expected results the managers expect from the company. നമ്മുടെ ആ ഒരു കമ്പനിയിൽ നിന്ന് നമ്മുടെ മാനേജേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ ആ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Okay, so budget can be expressed in numerical terms. നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ a budget quantifies the forecast or future of the organization. So it can be expressed in the numerical terms. Okay, so these are the different types of plans on the basis of kind. That is ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, then rules, strategies, programs and budgets. Okay, then next we are moving to the types of plan on the basis of use. യൂസിന്റെ ബേസിസിൽ നമ്മൾ പ്ലാൻസിന് രണ്ടാക്കി തിരിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡിംഗ് പ്ലാൻ ആൻഡ് ദി സിംഗിൾ പ്ലാൻ. Okay, so standing plan in the sense that these are the plans which are followed in each time a particular situation is encountered. Okay, a standing plan is a business plan that is intended to be used many times. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് എന്ത് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആർ ഡിസൈൻ ടു ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് നമ്മുടെ സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ഇതൊക്കെ എന്താണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആണ്. കാരണം ഒരു പോളിസി നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ ടൈം മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു പോളിസീസ് എന്തായിരിക്കും നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. So such kind of plans are said to be the standing plans. Okay, then second type of plan is that single plan. Single plan in the sense that it is meant to solve one particular problem and it can be discarded. അതായത് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഇൻ സിംഗിൾ പ്ലാൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ദെൻ ഇറ്റ് വിൽ ബി ഡിസ്കാർഡഡ്. ഇപ്പം നമ്മൾ ആ ഒരു പ്ലാൻ നമ്മൾ യൂസ് ചെയ്യില്ല. സിംഗിൾ ടൈം യൂസിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഇത് സിംഗിൾ പ്ലാൻ എന്ന് പറയുന്നത്. Okay, so the single use plan becomes obsolete after its intended and specific use. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അത് എന്ത് ചെയ്യും നമ്മളത് നമ്മളത് യൂസ് ചെയ്യില്ല. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഹാസ് എ സിംഗിൾ യൂസ്. Okay, so it is the another type of plan. So on the basis of use, the plans can be classified into standing plans and the single plan. Okay, the next classification is that on the basis of origin, plans can be classified into imposed plans and the appealed plans. Okay, so imposed plans in the sense that the plans that are formulated at the top level and it is imposed to lower level. അതായത് നമ്മൾ ഇമ്പോസ്ഡ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും അത് ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് അവരത് ഇമ്പോസ് ചെയ്യും. ഓക്കെ, സോ അത്തരം പ്ലാൻസ് ആണ് ഇത് ഇമ്പോസ്ഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് അപ്പീൽഡ് പ്ലാൻസ്. നേരെ ഇമ്പോസ്ഡ് പ്ലാൻസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അപ്പീൽഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദീസ് പ്ലാൻസ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ലോവർ ലെവൽ. ലോവർ ലെവലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഇത് അപ്പീൽഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. Okay, so imposed plans, which means it is developed at the top level management and it is imposed to lower level. On the other hand, appealed plans in the sense that these originates from the lower level. Okay, so these are the two types of plans on the basis of the origin, that is imposed plans and the appealed plans. Okay, so these are the different types of plans. അപ്പോൾ നമ്മൾ പ്ലാൻസിനെ നമ്മൾ on the basis of use
and on the basis of kind and on the basis of origin. അങ്ങനെ 3 types of classifications ആണ് വരുന്നത്. Okay, then next we are moving to the planning premises. നമ്മൾ already planning premises എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. That is planning premise, which means these are certain assumptions about the future on the basis of which the plan will be ultimately formulated. അതായത് നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൺ. നമുക്ക് പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു അസംഷൻ ബേസിസിൽ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ ആ ഒരു അസംഷൻസ് എന്താണ്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അസംഷൻസ് എന്താണോ അതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. Okay, so this premises can be classified into internal premises and the external premises. Okay, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ topic on planning premises എന്നുള്ളത്. So internal premises, which means the factors that may exist within the organization. ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, internal premises എന്ന് പറയുന്നത്. So it can be the skill of the labor force or other resources of the organization. അതൊക്കെ എന്താണ്, these are the factors which exist within the organization. Okay, so such type of factors or assumptions are said to be the internal premises. Okay, then next is external premises. External premises, which means these are the factors that exist outside environment of the firm. ആ എൻവയോൺമെൻറ്റിന് പുറമെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന് പുറമെ നിൽക്കുന്ന ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഇറ്റ് ക്യാൻ ബി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ദെൻ വാട്ട് governmental factors or government policies, etc. So all these factors which exist outside the environment of the firm. Okay, so such type of assumptions or factors are said to be the external premises. Okay, then next നമ്മൾ പറയുന്നത് tangible premises. Tangible premises in the sense that those assumptions which can be quantified. അതായത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന അസംഷൻസ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മുടെ ടാഞ്ചിബിൾ പ്രൊമൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അസംഷൻ അബൌട്ട് ദി പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി expressed in numerical terms or it can be quantified. Okay, so such type of factors are said to be the tangible premises. Okay, the next is intangible premises. Intangible premises, which means the assumptions which cannot be expressed in the quantitative terms or it cannot be expressed in the numerical terms. നമുക്ക് numerical terms ലെ express ചെയ്യാൻ പറ്റാത്ത type of assumptions അല്ലെങ്കിൽ factors അതിനെയാണ് നമ്മൾ intangible premises എന്ന് പറയുന്നത്. For example, reputation of a firm. നമുക്ക് എന്താ ഒരു reputation അല്ലെങ്കിൽ നമ്മുടെ goodwill എന്ന് പറയുന്നത് we cannot be expressed in numerical terms. Okay, so such kind of assumptions or factors are said to be the intangible premises. Okay, then next is controllable premises. Controllable premises, which means those factors or activities within the control of the firm. നമ്മുടെ ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കൺട്രോളബിൾ പ്രൊമൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആ മാർക്കറ്റിംഗ് പോളിസീസ് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോളിസീസിൽ വ്യത്യാസങ്ങൾ വരുത്താം. സോ ഇറ്റ് ഈസ് വിത്തിൻ അവർ കൺട്രോൾ. Okay, then next is uncontrollable premises. Uncontrollable premises, which means the premises beyond the control of the organization. നമ്മുടെ കൺട്രോളിലല്ല അത്തരം ആക്ടിവിറ്റീസ് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഫാക്ടേഴ്സ് നിൽക്കുന്നത് which is beyond our control. For example, population growth അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പോളിസീസ്. പോപ്പുലേഷൻ ഗ്രോത്തും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ such kind of factors or activities which exist or which lies beyond our control. Okay, so such kind of assumptions or premises are said to be the uncontrollable premises. Okay, so these are the different type of planning premises, that is tangible, intangible, controllable, uncontrollable, and the external and internal premises. Okay, then next is that barriers to effective planning. ഇനി നമ്മൾ എന്താണ് പ്ലാനിംഗ് എന്ന് കണ്ടു. Then we have seen different types of plans ഒക്കെ കണ്ടു. Planning premises എന്താണെന്ന് കണ്ടു. So next let us see what are the barriers to effective planning. നല്ലൊരു പ്ലാനിങ് നടത്താനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത്. Okay, so barriers to effective planning, which means difficulty of accurate premising. ഓക്കെ, നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് അപ്പോൺ ദി അസംഷൻസ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു അസംഷൻ ബേസിസിലാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ദർ ഇസ് എൻ ഡിഫിക്കൽട്ടി ഓഫ് ആക്യുറേറ്റ് പ്ലാനിങ്. നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക അല്ലെങ്കിൽ ആക്യുറേറ്റ് പ്രിമൈസിങ്, വിച്ച് മീൻസ് നമുക്ക് ഇന്നതാണ്
ഇന്നതായിരിക്കുമെന്ന് നമുക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് നമുക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് പ്യോർലി പ്ലാനിങ് ഈസ് പ്യോർലി ബേസ്ഡ് അപ്പോൺ സർട്ടൺ അസംഷൻസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് വൺ ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടർ ഇസ് ദാറ്റ് ഡിഫിക്കൽട്ടി ഓഫ് ഫോർമുലേറ്റിംഗ് ദി കറക്റ്റ് പ്ലാനിങ് പ്രിമൈസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് അൺസർട്ടനിറ്റി. നമ്മൾ ഓൾറെഡി നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൺ. ഇപ്പോഴും നമ്മൾ ഫ്യൂച്ചർ നമ്മുടെ അൺസർട്ടൺ ആണ്. ഇപ്പോഴും നമ്മളൊരു അസംഷൻ ബേസിസിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത് തന്നെ. Okay, so it is the another barrier to effective planning. The next is inability to plan. Inability to plan in the sense that എല്ലാ മാനേജേഴ്സിനും കൃത്യമായിട്ട് ആ ഒരു പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കിൽ അവർക്ക് ഉണ്ടായെന്ന് വരില്ല. സോ ഇറ്റ് ഈസ് ദി അനദർ ലിമിറ്റേഷൻ ഓഫ് ഓർ ബാരിയർ ടു പ്ലാനിങ്, ദാറ്റ് ഈസ് ഇനബിലിറ്റി ടു പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് നോളേജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. ഓക്കെ, നമ്മൾ അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സും എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. എല്ലാ മാനേജേഴ്സും അതിൽ എക്സൽ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സ്കില്ല് എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സോ ദാറ്റ് every process of forecasting is very complicated. Okay, അപ്പം ഓരോ സ്റ്റേജ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. അപ്പം so that lack of ability in this area may affects our entire planning process. Okay, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു തരില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മാനേജേഴ്സും എല്ലാ ടെക്നിക്സിലും എക്സ്പെർട്ട് ആയെന്ന് വരില്ല. സോ there is an limitation, that lack of knowledge in this forecasting techniques. Then next is technical problems. Okay, technical problems ഇതായിരിക്കും. ദറ്റ് ഈസ് മാനേജർ എന്താ പറയുക, മാനേജറിന് അതിനുള്ളൊരു സ്കിൽ ആൻഡ് എബിലിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട്സ് അവർ എൻറ്റയർ പ്ലാനിങ് പ്രോസസ്. ഓക്കെ, ആ ഒരു ഓർഗനൈസിങ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മാനേജർക്ക് ഇല്ലെങ്കിൽ എന്താണ് ഇറ്റ് വിൽ എഫക്ട്സ് അവർ എൻറ്റയർ പ്ലാനിങ് പ്രോസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ടെക്നിക്കൽ പ്രോബ്ലംസ്. Then next is reluctance of managers. Okay, reluctance of managers in the sense that എല്ലാ മാനേജേഴ്സും എന്താണ് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തൊന്ന് വരില്ല. അപ്പം മാനേജേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അവർക്ക് എന്താണ് അതിനോട് താല്പര്യമില്ലാത്ത പോലെ, അവർ ഇച്ചിരി മടിച്ചു നിൽക്കുന്ന പോലെ അവർ കാണിക്കാം. സോ ഇറ്റ് ഈസ് ദി അനദർ ബാരിയർ. ഓക്കെ, അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി അനദർ ബാരിയർ ടു ഇഫക്റ്റീവ് പ്ലാനിങ്. ദ നെക്സ്റ്റ് ഇസ് substandard information. Okay, substandard information, which means ഇതിനെ അവൈലബിൾ ആയിട്ടല്ല, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ആ ഒരു നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിന് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദാറ്റ് മീൻസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, അല്ലേ? സോ ദിസ് facts that are outdated or poor quality or insufficient quality may act as a barrier to the planning. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കറക്റ്റ് ടൈമിൽ ആ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് internal inflexibility. Internal inflexibility can be the another barrier to effective planning. That means it is difficult to bring changes time ആൻഡ് അഗെയിൻ. ഓക്കെ, നമുക്ക് അതായത് ഇന്റേണൽ ഇൻഫ്ലെക്സിബിലിറ്റി, ആ ഒരു നമ്മൾ പറഞ്ഞു എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ, ഇറ്റ് ഷുഡ് ബി ഡൈനാമിക്. ഓക്കെ, എപ്പോഴൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്തണോ അപ്പോൾ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൺ, ദിസ് പ്ലാനിങ് ഇസ് പ്യൂർലി ബേസ്ഡ് അപ്പോൺ അസംഷൻസ്. ഓക്കെ, അപ്പം നമ്മുടെ അസംഷൻസ് തന്നെ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ട്രൂ, ഇറ്റ് മേ ബി ട്രൂ ഓർ മേ നോട്ട് ബി ട്രൂ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ബാരിയർ ടു ഇഫക്റ്റീവ് പ്ലാനിങ്. Okay, the next is external flexibility. External flexibility in the sense that it means various external factors such as political, social factors, economic causes, etc. may limited flexibility in planning. Okay, നമ്മുടെ internal inflexibility, which means internal factors ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലായിരിക്കും, ദെൻ വാട്ട് ഇക്കണോമിക് ഫാക്ടേഴ്സിലായിരിക്കും, സോഷ്യൽ ഫാക്ടേഴ്സിലായിരിക്കും, ഗവൺമെൻറ് പോളിസീസിലായിരിക്കും, എക്സെട്ര. ഓക്കെ, അപ്പം ഈ ഓരോ ഫാക്ടേഴ്സിലും ചേഞ്ചസ് വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാനിങ്ങും അതനുസരിച്ച് നമ്മൾ പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പം ആ ഒരു inflexibility, external inflexibility അവിടെ ഉണ്ടായാലും എന്താണ്, it acts as a barrier to the effective planning. Okay, so these are the barriers to an effective
planning process. അതായത് difficulty to accurate premising, uncertainty, inability to plan, lack of knowledge in forecasting techniques, technical problems, then what? Reluctance of managers, substandard information, then internal and external inflexibilities. Okay, so these are the barriers to an effective planning. Okay, then next we are moving to the topic decision making. So let us see what is a decision making. നമ്മൾ ഇത് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ടേമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് ഇസ് കോൺഷ്യസ്ലി ചൂസൺ ഫോർ അച്ചീവിങ് എ ഡിസൈർഡ് റിസൾട്ട്. അതായത് നമ്മൾ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പല സ്റ്റേജിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും, അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സിംഗിൾ ഓൾട്ടർനേറ്റീവ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. Okay, so that after analyzing all the pros and cons of the available alternatives, we have to select the best course of action. Okay, that this process is said to be the decision making. Okay, then let us see what are the features of decision making. It is a selection process. Okay, ഒരു selection process ആണ്. That is a continuous process and it is a kind of intellectual activity. കാരണം എന്തുകൊണ്ടാണ്, നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഓൾട്ടർനേറ്റീവ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് എൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആൻഡ് ഡിസിഷൻസ് ആർ ദി ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഏതൊരു ആക്ടിവിറ്റി നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് ഇസ് എൻ ഇന്നെവിറ്റബിൾ പ്രോസസ്. ഓക്കെ, then every decision affects the past, present and future. നമ്മുടെ ഓരോ ഡിസിഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 3 സിറ്റുവേഷൻസിനെ എഫക്ട് ചെയ്യും. നമ്മുടെ പാസ്റ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും, പ്രസൻറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, then it will affects our future. Okay, then next is decision making process. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദി പ്രോബ്ലം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിഫൈൻ ദി പ്രോബ്ലം. ദാറ്റ് ഈസ് ദ മാനേജേഴ്സ് ഷുഡ് ഐഡൻറ്റിഫൈ ദി സോഴ്സ് ഓഫ് പ്രോബ്ലം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ സോഴ്സ് ഓഫ് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യണം. Then what? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീക്ക് ഫാക്ട്സ്, വിച്ച് മീൻസ് ആ ഒരു പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് മാനേജേഴ്സ് ഷുഡ് സെർച്ച് ആൻഡ് കളക്ട് ഓൾ റിലവൻറ്റ് ഇൻഫോർമേഷൻ ബാരിങ് ഓൺ ദി പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് സീക്ക് ഫാക്ട്സ്. ദെൻ നെക്സ്റ്റ് ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. Then next stage എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ ദി സെൻസ് ദാറ്റ് നമുക്ക് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണോ ആ ഓൾട്ടർനേറ്റീവ്സിൻ്റെ എല്ലാം പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു അല്ലേ, അപ്പോൾ നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും ഒരു ബെസ്റ്റ് ഫീസിബിൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദി സെലക്ഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ്. നെക്സ്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലി നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. We have to put into action. Okay, that is implementation stage.
Okay, so these are the different steps which is involved in the decision making process. That is, identify and define problem, seek facts, determination of alternatives, evaluation of alternatives, selection of an alternative, and finally the implementation stage. Okay, so this is all about our today's session. So in we discuss the points in the we have seen what is a business objective and its features and steps which is involved in setting the objectives. Then നമ്മൾ second കണ്ട topic എന്ന് പറയുന്നത് types of plans കണ്ടു. That is, plans can be classified on the basis of kind, use, okay, then on the basis of origin. Okay, then പിന്നെ നമ്മൾ കണ്ടത് planning premises എന്താണെന്ന് കണ്ടു. Then different types of planning premises നമ്മൾ discuss ചെയ്തു. Then finally we have seen the barriers to effective planning and this decision making process. Okay, so hope you understand these topics. So thank you everyone for your kind attention. Thank you.